Hello, dear students. Welcome to the new session of Human Resource Management. This is Rahul R, Assistant Professor, Department of Commerce. Our next topic is training method. The first method in this section is on the job training or OJT. It is a training given in a normal working situation, or it is the training undertaken at the workplace. ഒരു ഓർഗനൈസേഷനിലെ വർക്ക് പ്ലേസിൽ, അതായത് എവിടെയാണോ ജോലി നടക്കുന്ന സ്ഥലം, ആ സ്ഥലത്ത് നടക്കുന്ന അല്ലെങ്കിൽ അവിടെ വെച്ച് പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ്ങിനെയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഇംപ്രൂവ്സ് ഇൻഡിവിജ്വൽസ് ജോബ് റിലേറ്റഡ് സ്കിൽസ് ആൻഡ് നോളജ്. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ട്രെയിനിങ് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിയുടെ ജോബ് റിലേറ്റഡ് സ്കിൽസും നോളജും, അതായത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് വേണ്ടി വരുന്ന സ്കില്ലും നോളജും ഇൻക്രീസ് ചെയ്യാൻ ഓൺ ദ ജോബ് ട്രെയിനിങ് സഹായിക്കുന്നു. ദ മെറിറ്റ്സ് ഓഫ് ഓൺ ദ ജോബ് ട്രെയിനിങ് ആർ: ഇറ്റ് ഹെൽപ്സ് ട്രെയിനീസ് ടു അഡാപ്റ്റ് വിത്ത് ദെയർ വർക്ക് ക്വിക്ക്ലി. ട്രെയിനീസിന് അവർ ചെയ്യേണ്ട ജോലി എന്താണോ അല്ലെങ്കിൽ അവരുടെ വർക്ക് എന്താണോ അതുമായി പെട്ടെന്ന് പൊരുത്തപ്പെട്ടു പോകാൻ, അല്ലെങ്കിൽ ആ വർക്ക് എത്രയും വേഗം അഡാപ്റ്റ് ചെയ്യാൻ എന്ത് സഹായിക്കുന്നു? ഓൺ ദ ജോബ് ട്രെയിനിങ് സഹായിക്കുന്നു. സെക്കൻഡ് പോയിന്റ്, ട്രെയിനീസ് വിൽ ഗെറ്റ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഫ്രം ദി ട്രെയിനേഴ്സ്. അവർ ചെയ്യുന്ന വർക്കിനെ പറ്റി, അതായത് ട്രെയിനീസ് ചെയ്യുന്ന വർക്കിനെ പറ്റിയിട്ട്, അതായത് അതിൻ്റെ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മകൾ, അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആർക്ക് പറഞ്ഞു കൊടുക്കും? ട്രെയിനീസിന് ഇമ്മീഡിയറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. കാരണം ഇത് എവിടെ വെച്ച് നടക്കുന്ന ട്രെയിനിങ് ആണ്? ഒരു വർക്ക് പ്ലേസിൽ വെച്ച് നടക്കുന്ന ട്രെയിനിങ് ആണ്. തേർഡ് പോയിന്റ്, ദെയർ ഈസ് നോ ഔട്ട്സൈഡേഴ്സ് ആർ നീഡഡ് ഓർ ദെയർ ഈസ് നോ ഔട്ട്സൈഡ് ട്രെയിനേഴ്സ് ആർ നീഡഡ്. പുറത്തുനിന്ന് ട്രെയിനേഴ്സിൻ്റെ ആവശ്യം എന്തിനു വേണ്ടി വരത്തില്ല? ഓൺ ദ ജോബ് ട്രെയിനിങ്ങിന് വേണ്ടി വരത്തില്ല. ഒരു ഓർഗനൈസേഷനിലകത്ത് തന്നെയുള്ള ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ ഓർഗനൈസേഷനകത്ത് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ സഹായത്തോടു കൂടി ഓൺ ദ ജോബ് ട്രെയിനിങ് ആർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ട്രെയിനീസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് പോയിന്റ്, ട്രെയിനർ മേ നോട്ട് ഹാവ് സഫിഷ്യൻറ്റ് നോളജ് ആൻഡ് എക്സ്പെർട്ടൈസ്. ഓർഗനൈസേഷനിലകത്തുള്ള ഒരു വ്യക്തിയായിരിക്കും ട്രെയിനിങ് കൊടുക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ട്രെയിനിങ് കൊടുക്കുന്ന വ്യക്തിക്ക് ചിലപ്പോൾ എന്തുണ്ടായിരിക്കത്തില്ല? പ്രോപ്പറായിട്ടുള്ള നോളജും എക്സ്പീരിയൻസും ഒക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുക്കൽ നിന്നാണ് ട്രെയിനീസിന് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രോപ്പറായിട്ടുള്ള ഒരു ട്രെയിനിങ് കിട്ടണം എന്നില്ല. സോ ദ ഫസ്റ്റ് ഡീമെറിറ്റ് ഈസ് trainer may not have sufficient knowledge or expertise. Second point, there may be disturbances in the workplace. വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ വർക്കിംഗ് സിറ്റുവേഷനിലാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ട്രെയിനീസിന് എന്ത് ഫേസ് ചെയ്യേണ്ടി വരും? പലതരത്തിലുള്ള ഡിസ്റ്റർബൻസസും ഡിസ്ട്രാക്ഷൻസും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാൽ ഒരു പക്ഷേ ട്രെയിനീസിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അവരുടെ വർക്കിൽ പ്രോപ്പറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. തേർഡ് പോയിന്റ്, ട്രെയിനി മേ കോസ് ഡാമേജ് ടു മെഷീനറി, എക്യുപ്മെൻറ്റ്സ് എക്സെട്ര. അപ്പോൾ ട്രെയിനീസ് എന്താണ്? അയാൾ ചെയ്യുന്ന ജോലിയെ പറ്റിയിട്ട് പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ ആ ഓർഗനൈസേഷനിൽ ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായി വരുന്ന പലതരത്തിലുള്ള മെഷീനറീസും എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ആരുപയോഗിക്കുന്നുണ്ട്? ഈ ട്രെയിനി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് ഇയാൾക്ക് അറിയാത്ത ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഈ ട്രെയിനീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്തേക്കാം? അവിടെയുള്ള ഏതെങ്കിലും എക്യുപ്മെൻറ്റ്സിനോ മെഷീനറീസിനോ എന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ഡാമേജസ് ഉണ്ടാക്കിയേക്കാം. ഇതൊക്കെയാണ് എന്ത്? ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൻ്റെ മറ്റ് ഡീമെറിറ്റ്സ് ആയിട്ട് വരുന്ന പോയിന്റുകൾ. അപ്പോൾ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്താണെന്ന് ചോദിച്ചാൽ, വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ ഒരു നോർമൽ വർക്കിംഗ് സിറ്റുവേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ്ങിനെയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. Our next method of training is job instruction training. It is a structured on the job training method.
കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡാണ് എന്ത്, ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്ങും എവിടെ വെച്ച് തന്നെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്, ഓർഗനൈസേഷനിലെ വർക്ക് പ്ലേസിൽ വെച്ച് തന്നെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെയുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവിടെ ട്രെയിനീസിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. ഹിയർ ട്രെയിനർ പ്രിപ്പയേഴ്സ് എ ട്രെയിനി വിത്ത് ആൻ ഓവറാൾ ഓവർവ്യൂ ഓഫ് ദി ജോബ്. ട്രെയിനി എന്ത് ജോലിയാണോ ചെയ്യാനുള്ളത് ആ ജോലിയെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാ ആക്ടിവിറ്റീസും ആ ജോലിയുടെ സ്വഭാവവും കാര്യങ്ങളും എല്ലാം ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ട്രെയിനർ ട്രെയിനിക്ക് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ആൻഡ് ഹിയർ ട്രെയിനീസ് ആർ ഡെമോൺസ്ട്രേറ്റഡ് ബൈ ദ ട്രെയിനേഴ്സ് റിഗാർഡിംഗ് ദ ടാസ്ക് ഓർ ദ സ്കിൽസ് ടു ദ ട്രെയിനി. ട്രെയിനിക്ക് അയാൾ ചെയ്യേണ്ട പർട്ടിക്കുലർ ജോബ് എന്താണോ ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ എന്തൊക്കെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, ആ ജോലി ചെയ്യുവാൻ വേണ്ടിയിട്ട് അയാൾക്ക് എന്തൊക്കെ സ്കില്ലുകൾ വേണ്ടി വരാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ട്രെയിനർ ട്രെയിനിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് അലൗ ദ ട്രെയിനി ടു പെർഫോം ഓൺ ഹിസ് ഓർ ഹെർ ഓൺ. ട്രെയിനിക്ക് അയാളുടേതായ രീതിയിൽ എന്ത് ചെയ്യാൻ, ആക്ടിവിറ്റീസ് ചെയ്യാൻ അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള അല്ലെങ്കിൽ ട്രെയിനിങ് നേടാനുള്ള ഒരു സിറ്റുവേഷൻ എവിടെ ഉണ്ട് എന്ന് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്ങിലുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഫോളോസ് അപ്പ് ടു പ്രൊവൈഡ് ഫീഡ്ബാക്ക് ആൻഡ് ഹെൽപ്പ് ഫ്രം ദി ട്രെയിനർ. അപ്പോൾ ട്രെയിനീസ് എന്താണ് ചെയ്യുന്നത്, അവരുടേതായ രീതിയിൽ അവരുടെ ജോലികൾ അല്ലെങ്കിൽ അവരുടെ ടാസ്കുകൾ അല്ലെങ്കിൽ അവരുടെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോഴതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ ആ തെറ്റുകുറ്റങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കാം, അവർ ചെയ്ത ജോലിയെ പറ്റിയിട്ടുള്ള ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ, ഗൈഡ് ലൈൻസ് ഒക്കെ ആര് പ്രൊവൈഡ് ചെയ്യും, ട്രെയിനേഴ്സ് ട്രെയിനീസിന് പ്രൊവൈഡ് ചെയ്യും. ഇവിടെയുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇതും ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് തന്നെയാണ്. പക്ഷേ എന്താണ്, ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൻ്റെ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വെർഷനെയാണ് എന്ത് എന്ന് പറയുന്നത്, ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. Our next method of training is vestibule training or near the job training. It is a training method where training will be provided to the trainees in a classroom or training room. ഓർഗനൈസേഷനിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ ട്രെയിനിങ് റൂമിലോ പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ്ങിനെയാണ് എന്ത് എന്ന് പറയുന്നത്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് അഥവാ നിയർ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഹിയർ ട്രെയിനീസ് ക്യാൻ ലേൺ ഫ്രീലി വിതൗട്ട് എനി ഡിസ്ട്രാക്ഷൻസ്. യാതൊരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസോ ഡിസ്റ്റർബൻസസോ ഇല്ലാതെ ട്രെയിനീസിന് എന്ത് നേടാൻ പറ്റുന്നുണ്ട്, ട്രെയിനിങ് നേടാൻ പറ്റുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ്, ഹിയർ our next method of training is vestibule training or near the job training. Here training will be provided to the trainees in a classroom or training room. ഓർഗനൈസേഷനിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്ലാസ് റൂമിലോ ട്രെയിനിങ് റൂമിലോ ആണ് ട്രെയിനീസിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഒരു ക്ലാസ് റൂമിലോ ട്രെയിനിങ് റൂമിലോ പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ്, അതിനെയാണ് എന്ത് എന്ന് പറയുന്നത്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ദ വേരിയസ് അഡ്വാൻറ്റേജസ് ഓഫ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ആർ, ഹിയർ ട്രെയിനീസ് ക്യാൻ ലേൺ ഫ്രീലി വിതൗട്ട് എനി ഡിസ്ട്രാക്ഷൻസ്. യാതൊരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസോ ഡിസ്റ്റർബൻസസോ ഇല്ലാതെ ട്രെയിനീസിന് ട്രെയിനിങ് നേടാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഒരുക്കുന്നത് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്ങിൽ ഉള്ളത്. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് യൂസസ് ക്ലോസ്ലി റിസംബ്ലിംഗ് എക്യുപ്മെൻറ്റ്സ്. ആക്ച്വൽ വർക്കിന് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആക്ച്വൽ ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള റിസംബ്ലൻസ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും ക്ലോസ് റിസംബ്ലൻസ് ഉള്ള എക്യുപ്മെൻറ്റ്സ് ആയിരിക്കും എവിടെ യൂസ് ചെയ്യുന്നത്, ഈ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്ങിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ആക്ച്വൽ എക്യുപ്മെൻറ്റ്സിൻ്റെ ഒരു മോഡൽ അല്ലെങ്കിൽ അതിന് ഏറ്റവും സാമ്യമുള്ള മോഡൽസ് വെച്ചിട്ടായിരിക്കും എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, ട്രെയിനീസിന് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് റിമൂവ്സ് എംപ്ലോയി ഫ്രം
വർക്ക് പ്രഷർ. യാതൊരു തരത്തിലുള്ള വർക്ക് പ്രഷറും ഇല്ലാതെ ട്രെയിനിങ് നേടാൻ എന്ത് സഹായിക്കുന്നു? വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് സഹായിക്കുന്നു. ആൻഡ് ദ ഫൈനൽ പോയിന്റ് ഈസ് ഹിയർ പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ ട്രെയിനിങ്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ജോലി നടക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആക്ച്വൽ വർക്ക് പ്ലേസിലാണ് അവിടെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ക്ലാസ് റൂമിലോ ട്രെയിനിങ് റൂമിലോ ആയിരിക്കും എന്ത് കിടക്കുന്നത്? ട്രെയിനീസിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ യാതൊരു തരത്തിലും എന്ത് ബാധിക്കുന്നില്ല? ഈ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ബാധിക്കുന്നില്ല. Our final method of training is apprenticeship training. It combines supervised, structured, on-the-job training with related theoretical instruction. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിനോടൊപ്പം, ഒരു സിസ്റ്റമാറ്റിക്കായുള്ള ഓൺ ദ ജോബ് ട്രെയിനിങ്ങിനോടൊപ്പം ട്രെയിനീസിന് തിയററ്റിക്കൽ ഇൻസ്ട്രക്ഷൻസ് കൂടി, അതായത് വേണ്ട നിർദ്ദേശങ്ങൾ കൂടി അതാത് സമയത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ട്രെയിനിങ് മെത്തേഡിനെയാണ് എന്ത് എന്ന് പറയുന്നത്? അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഒരു സിസ്റ്റമാറ്റിക്കായുള്ള ഓൺ ദ ജോബ് ട്രെയിനിങ്ങിനോടൊപ്പം തിയററ്റിക്കൽ ഇൻസ്ട്രക്ഷൻസ് കൂടി, അതായത് ട്രെയിനേഴ്സിൻ്റെ ഭാഗത്തു നിന്നും പ്രോപ്പറായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടി കൃത്യമായ സമയങ്ങളിൽ ട്രെയിനേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ടൈപ്പ് ട്രെയിനിങ്സിനാണ് എന്ത് എന്ന് പറയുന്നത്? അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഹിയർ trainee is given certain assignments or tasks for providing training in a particular trade. ഒരു പർട്ടിക്കുലർ ജോബ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ട്രേഡ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയുടെ കീഴിൽ വരുന്ന ഒരു ജോലി ചെയ്യുവാൻ വേണ്ടിയിട്ട് ട്രെയിനീസിന് പലതരത്തിലുള്ള അസൈൻമെൻറ്റ്സും ടാസ്കും ഒക്കെ എവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഓൺ ദ ജോബ് ട്രെയിനിങ്ങിനോടൊപ്പം ട്രെയിനീസിന് തിയററ്റിക്കൽ ഇൻസ്ട്രക്ഷൻസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെയാണ് എന്ത് എന്ന് പറയുന്നത്? അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്.